നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനധികൃത കുടിയേറ്റത്തെ തുടർന്ന് ഇന്ത്യക്കാരെ തിരിച്ചയച്ച സംഭവത്തിൽ വിശദീകരണവുമായി എസ് ജയശങ്കർ. ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മ നൽകിയ അപ്പീൽ സ്വീകരിച്ച ഹൈക്കോടതി. അമേരിക്കയ്ക്ക് പിന്നാലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറി അർജന്റീന. ബംഗ്ലാദേശിൽ വീണ്ടും കലാപം. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കുടുംബ വീട് ഇടിച്ചു നിരത്തി കലാപകാരികൾ. പാലസ്തീനികളെ ഒഴിപ്പിച്ച് ഗാസ ഏറ്റെടുക്കൽ. ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി അന്റോണിയോ ഗുട്ടറസ്. വാർത്തകൾ വിശദമായി. അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ തിരിച്ചയച്ച സംഭവത്തിൽ രാജ്യസഭയിൽ വിശദീകരണവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുവാൻ ആവില്ലെന്ന് എസ് ജയശങ്കർ പറഞ്ഞു. അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ആദ്യമായല്ല. 2009 മുതൽ തിരിച്ചയക്കുന്നുണ്ടെന്നും ജയശങ്കർ പ്രതികരിച്ചു. ഇന്ത്യക്കാരെ കയ്യിലും കാലിലും വിലങ്ങിട്ട് തിരിച്ചയച്ച രീതി ഉൾപ്പെടെ വിവാദമായതിന്റെ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. നിയമവിരുദ്ധമായി തങ്ങുന്നവരെ തിരിച്ചു സ്വീകരിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും ഒഴികെയുള്ളവരെയാണ് വിലങ്ങിട്ടതെന്നും അനധികൃത കുടിയേറ്റ ഏജൻസികൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം ബഹളം വെച്ചു. ഭീകരവാദികളെ പോലെ ഇന്ത്യക്കാരോട് പെരുമാറിയതെന്തിനെന്ന് രൺദീപ് സുർജേവാല ചോദിച്ചു. അമേരിക്കൻ തടവിൽ എത്ര ഇന്ത്യക്കാരുണ്ടെന്ന് ചോദിച്ച കോൺഗ്രസ്, കൊളംബിയ പോലൊരു ചെറിയ രാജ്യം ചേർത്തതുപോലെ ഇന്ത്യ ചേർക്കാത്തത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചു. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയപ്പോഴും ഇന്ത്യക്കാരെ അപമാനിച്ചുവെന്ന് സഞ്ജയ് സിംഗ് പറഞ്ഞു. ഹരിയാന സർക്കാർ ജയിൽ വാഹനങ്ങളിലാണ് ഇവരെ കൊണ്ടുപോയതെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു. ഇന്ത്യക്കാരെ നേരത്തെ കൊണ്ടുവന്നത് സൈനിക വിമാനങ്ങളിലാണോ എന്ന് ജോൺ ബ്രിട്ടാസ് എംപിയും ചോദിച്ചു. നരേന്ദ്രമോദിയുടെ ചർച്ചയിൽ ഈ വിഷയം ഉന്നയിക്കുമോ എന്ന് ശിവസേനയും ചോദിച്ചതോടെ രാജ്യസഭയിൽ ബഹളമായി. എന്നാൽ 104 പേർ മടങ്ങിവരുന്ന കാര്യം അറിയാമായിരുന്നു എന്നായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. വിമാനം ഇറങ്ങാൻ അനുമതി ഇന്ത്യ നൽകിയിരുന്നു. മടങ്ങിയെത്തിയവരിൽ നിന്ന് ഏജന്റുമാരുടെ വിവരം ശേഖരിച്ചുവെന്നും വ്യക്തമാക്കിയ എസ് ജയശങ്കർ സൈനിക വിമാനം ഇതിനു മുമ്പ് അയച്ചിട്ടില്ലെന്നും സൂചിപ്പിച്ചു. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. പാറശാല ഷാരോൺ വധക്കേസിൽ വധശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒന്നാം പ്രതി ഗ്രീഷ്മ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. എതിർകക്ഷികൾക്ക് ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചു. വധശിക്ഷയ്ക്ക് എതിരെയാണ് ഗ്രീഷ്മയുടെ അപ്പീൽ. കേസിലെ വിചാരണയ്ക്ക് ശേഷം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച ശിക്ഷാവിധി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജി. നിലവിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുകയാണ് ഗ്രീഷ്മ. അതേസമയം 3 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവനെ വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ഹൈക്കോടതി ശരിവെച്ചു. ഷാരോൺ വധക്കേസിൽ കുറ്റക്കാരിയായി കണ്ടെത്തിയതിനെ തുടർന്ന് ജനുവരി 20-നാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. കൊടും കുറ്റകൃത്യം ചെയ്ത പ്രതി തനിക്കെതിരായ തെളിവുകൾ സ്വയം ചുമക്കുകയാണെന്ന് പിടിക്കപ്പെടും വരെ അറിഞ്ഞിരുന്നില്ല എന്നാണ് വിധി പ്രസ്താവിക്കുമ്പോൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വ്യക്തമാക്കിയത്. അതിസമർത്ഥമായി നടപ്പാക്കിയ കൊലപാതകമാണിതെന്നും യാതൊരു പ്രകോപനവും കൊലപാതകത്തിന് പിറകിൽ ഉണ്ടായിരുന്നില്ലെന്നും കോടതി പറഞ്ഞിരുന്നു. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ വിശ്വസിച്ചു. എന്നാൽ ഗ്രീഷ്മ വിശ്വാസവഞ്ചനയാണ് കാണിച്ചത്. 11 ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയാതെ ആന്തരികാവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത്. ആ വേദനയ്ക്കപ്പുറമല്ല പ്രതിയുടെ പ്രായമെന്നും കോടതിക്ക് മുന്നിൽ ഒരു ദയയും അർഹിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയാണ് ഗ്രീഷ്മയ്ക്ക് വിചാരണ കോടതി തൂക്കുകയർ വിധിച്ചത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് കൊലപാതകത്തിന് കാരണമെന്നും ഷാരോൺ അടിച്ചെന്നും ഭീഷണിപ്പെടുത്തിയുമെന്നുള്ള വാദം ഗ്രീഷ്മയ്ക്ക് തെളിയിക്കാനായില്ല. സ്നേഹം പൊതിഞ്ഞ വാക്കുകളിൽ വിഷം ഒളിപ്പിച്ചു വെച്ചാണ് ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും കൊലപ്പെടുത്തിയതെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു. തെറ്റായ വിവരങ്ങൾ നൽകിയും പലതും മറച്ചുവെച്ചും ഗ്രീഷ്മ അന്വേഷണത്തെ വഴിതെറ്റിച്ചു. ആത്മഹത്യ ശ്രമം പോലും ഇതിന്റെ ഭാഗമാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. വാട്സപ്പ് ചാറ്റുകളടക്കം 48 സാഹചര്യ തെളിവുകൾ കേസിലുണ്ടായെന്ന് കോടതി വ്യക്തമാക്കി. കുറ്റകൃത്യത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാരൻ നായർക്ക് 3 വർഷം തടവാണ് കോടതി വിധിച്ചത്. ശിക്ഷ 3 വർഷമായതിനാൽ പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് ഹൈക്കോടതി ശരിവെച്ചു. നോർക്ക സംഘടിപ്പിച്ച വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെയെന്ന് ആശംസിച്ച സ്വാഗത പ്രാസംഗികന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. താനടക്കമുള്ളവർ ആരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ലെന്നും അത് പാർട്ടി തീരുമാനിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു.
കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിക്കും. അതിൽ മുഖ്യമന്ത്രി തമാശ പറയണ്ട. VS-ഉം പിണറായിയും തമ്മിൽ പണ്ട് സംഭവിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. തമാശകൾ തന്നെ കൊണ്ട് പറയിക്കരുതെന്നും VD സതീശൻ പറഞ്ഞു. രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ആശംസിച്ച സ്വാഗത പ്രാസംഗികനെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് പൊട്ടിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു സ്വാഗത പ്രാസംഗികനായ ഡോക്ടർ G. രാജ്മോഹൻ നടത്തിയ പരാമർശത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. അതേസമയം ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും മന്ത്രി മറുപടി പറഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നുണയുടെ ചീട്ടുകൊട്ടാരമാണ് മന്ത്രി പടുത്തുയർത്തിയത്. അത് തകരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര വകുപ്പിൽ ഒരു നിയന്ത്രണവുമില്ല. പോലീസിനെ എന്ത് വൃത്തികേടും ചെയ്യാമെന്ന അവസ്ഥയാണ്. പോലീസിനെ ഭ്രാന്ത് പിടിച്ചു. കുട്ടികളുമായി നിൽക്കുന്ന സ്ത്രീകളെ അടിക്കുന്നു. ലഹരി വ്യാപിക്കുന്നു. മയക്കുമരുന്നിന്റെ ആസ്ഥാനമായി കേരളം മാറി. കേരളത്തിൽ പേടിയോടെയാണ് ആളുകൾ ജീവിക്കുന്നത്. കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം മാറി. ബോധവൽക്കരണം മാത്രം നടത്തിയിട്ട് കാര്യമില്ല. ആർക്കും എന്തും ചെയ്യാമെന്ന അവസ്ഥയാണ്. ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. കേരളം കടന്നു പോകുന്നത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണെന്നും പട്ടികജാതി വിഭാഗം കുട്ടികൾക്ക് സ്റ്റേറ്റ്മെന്റ് പോലും കൊടുക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കിഫ്ബി റോഡിൽ ടോൾ വന്നാൽ ആളുകൾ അത് അടിച്ചു പൊളിക്കും. നികുതി പൈസ വെച്ച് റോഡ് പണിതിട്ട് വീണ്ടും ടോൾ വാങ്ങുന്നു. കിഫ്ബി സർക്കാരിനെ ബാധ്യതയാകുമെന്നും ബജറ്റിനെ ബാധ്യത ആകുമെന്നും VD സതീശൻ പറഞ്ഞു. മലയോര തീരദേശത്തെ നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ജനങ്ങളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോരാടുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നേരത്തെ ഞങ്ങൾ പറഞ്ഞതിൽ ഇതെല്ലാം പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കേണ്ടി വരും. കേരളം കടന്നു പോകുന്നത് രൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ്. പദ്ധതി ശരിക്കില്ല. ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന പൈസ ഒന്നും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം കൊടുത്തില്ല. കഴിഞ്ഞ വർഷം 2ാം ഗഡു കൊടുത്തിട്ട് ട്രഷറി ബാൻ വെച്ചു. 3ാം ഗഡു കൊടുത്തതിൻ്റെ തലേദിവസം ട്രഷറി പൂട്ടി. നിരവധി ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചു. മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ? അത് അസംബന്ധമാണ് പറയുന്നതെന്ന്. വെട്ടിക്കുറച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എങ്ങനെ അസംബന്ധമാകുന്ന? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഗ്രാൻസ് കൊടുക്കുന്നില്ല. എന്താണ് ഈ സ്റ്റേറ്റിൻ്റെ പ്രയോറിറ്റി? മുൻഗണന എന്താണ്? പട്ടികജാതി വിദ്യാർത്ഥികൾക്ക്, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നില്ല. അവരെങ്ങനെ പഠിക്കും? പലരും എങ്ങനെ പഠിക്കും? കുട്ടികൾ ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാം വെട്ടിച്ചുരുക്കാണ്. പൈസ ഇല്ല. ഒരു നയാ പൈസ കയ്യിലില്ല. കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പം കിഫ്ബി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലേ, ഈ പുറത്തുനിന്ന് കടമെടുക്കാൻ പോയാൽ ഇത് തകർന്നു പോകുന്നു. അപ്പോൾ തകർന്നില്ലേ കിഫ്ബി? ഇപ്പോൾ കിഫ്ബിക്ക് വേണ്ടി ആളുകളുടെ ടോൾ എടുക്കാൻ പോവുക. നമ്മൾ കൊടുത്ത സെസ്സാണ്. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ പണിതേക്കണത്. പെട്രോളിനും ഡീസലിനും നമ്മൾ കൊടുത്ത സെസ്, മോട്ടോർ വെഹിക്കിളിന് നമ്മൾ കൊടുത്ത ടാക്സ്, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പണമെടുത്തിട്ട് ഈ കുറച്ച് 1/3 പണിതിരിക്കുന്നത്. 85,000 കോടി രൂപയുടെ പ്രഖ്യാപിച്ചിട്ട് 32,000 രൂപയുടെയാണ് ഇതുവരെ എക്സ്പെൻഡിച്ചർ ആയിരിക്കുന്നത്. എന്നിട്ട് അതിന് നമ്മുടെ നിന്ന് വീണ്ടും ടോൾ മേടിക്കാൻ പോവാണ്. നിങ്ങളിത് ആളുകൾ അടിച്ചു പൊളിക്കും. കാരണം വെച്ചാൽ ഇത് ഒരു അഡീഷണൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടൊന്നും ചെയ്തിരിക്കുന്നതല്ല. ഇത് PWD വർക്ക് അലോട്ട് ചെയ്യേണ്ട പൈസ എടുത്തിട്ട് കിഫ്ബി എന്ന് പറഞ്ഞ് കൊടുത്താണ്. ഇപ്പം PWDയുടെ വർക്ക് കിട്ടിയിട്ടില്ല. അത്രയും കുറവാണ് കിട്ടിയിരിക്കുന്ന PWD വർക്ക്. അതിന് മുൻ വർഷങ്ങളിൽ മനസ്സിലായില്ലേ, നമുക്ക് നികുതിയായിട്ട് പൈസ കിട്ടിയിരിക്കുന്നത് എടുത്തിട്ട് റോഡ് പണിതിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ മീതെ ടോൾ മേടിക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദകേടാ. മാത്രമല്ല ഈ ഗവൺമെൻറ് തന്നെ നിയമസഭയിൽ ഉറപ്പ് വന്നിട്ടില്ലേ ടോൾ പിരിക്കില്ല എന്ന്. കിഫ്ബി ബാധ്യതയാവുമെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞില്ലേ കിഫ്ബി ബാധ്യതയാവും, സർക്കാരിന് ബാധ്യതയാവും, ബജറ്റിന് ബാധ്യതയാവും. ഈ കിഫ്ബിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കടം മുഴുവൻ ഈ ബജറ്റിൽ നിന്ന് അടച്ചു തീർക്കേണ്ടി വരും. അത് ആർക്കും അറിയാൻ പാടില്ലാത്തത്. തീർച്ചയായിട്ടും തീരദേശത്തെ പ്രശ്നങ്ങൾ കൂടി ഉയർത്തും. അത് UDF യോഗം അടുത്ത ദിവസം ചേരുന്നുണ്ട്. യാത്ര നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് UDF. മലയോര ജാതിയും തീരദേശ ജാതിയും UDF തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അത് എന്നാണ് നടത്തേണ്ടത്? നിയമസഭാ സമ്മേളനവും മറ്റ് കാര്യങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും UDF യോഗത്തിൽ തീരുമാനിക്കും.
ആരോഗ്യ വകുപ്പിന് കീഴിൽ ലോകബാങ്ക് സഹായത്തോടെ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന് ലോകബാങ്കിൽ നിന്നും $280 ദശലക്ഷം വായ്പയെടുക്കുന്നതിന് മന്ത്രിസഭായോഗം അനുമതി നൽകി. പ്രോഗ്രാം ഫോർ റിസൾട്ട്സ് മാതൃകയിൽ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. ആരോഗ്യരംഗത്ത് വലിയ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ആവിഷ്കരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഉയർന്ന ജീവിത നിലവാരം, ആയുർദൈർഘ്യം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും തടയാവുന്ന രോഗങ്ങൾ, അപകടങ്ങൾ, അകാല മരണം എന്നിവയിൽ നിന്ന് മുക്തമായ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും ജനങ്ങളെ സഹായിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയിലെ എല്ലാ ഇടപെടലുകളും പാവപ്പെട്ടവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതുമായിരിക്കും. കേരളത്തിലെ മാറിവരുന്ന ജനസംഖ്യാശാസ്ത്രപരവും പകർച്ചവ്യാധിപരവുമായ അവസ്ഥകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മൂല്യാധിഷ്ഠിത ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന് പ്രതിരോധശേഷിയുള്ള ആരോഗ്യ സംവിധാനങ്ങൾ രൂപപ്പെടുത്താനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ ഉയർന്നുവരുന്ന ഭീഷണികളോട് ഫലപ്രദമായി പ്രതികരിക്കുന്നതിനും ആരോഗ്യ വിതരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഈ പദ്ധതി സഹായിക്കും. പകർച്ചേതര വ്യാധികൾ തടയുന്നതിനായി സമഗ്രമായ ഒരു ആവാസ വ്യവസ്ഥ വികസിപ്പിക്കുക, സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെയും കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച മെച്ചപ്പെട്ട സമീപനങ്ങളിലൂടെയും ഉയർന്നുവരുന്ന ആരോഗ്യ ഭീഷണികളെ ചെറുക്കുകയും ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്യുക. ആംബുലൻസും ട്രോമ രജിസ്ട്രിയും ഉൾപ്പെടെ 24 മണിക്കൂർ അടിയന്തര പരിചരണ സൗകര്യങ്ങളുടെ കാര്യക്ഷമമായ ഒരു ശൃംഖല സൃഷ്ടിച്ചുകൊണ്ട് എമർജൻസി ട്രോമ കെയർ സേവനങ്ങൾ ശക്തിപ്പെടുത്തുക. കൂടാതെ വയോജന സേവനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഇടപെടൽ മുഖേന നിലനിൽക്കുന്ന വെല്ലുവിളികളും ഉയർന്നുവരുന്ന പുതിയ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ആരോഗ്യ സംവിധാനങ്ങൾ പുനരാവിഷ്കരിക്കുക, വിഭവശേഷി വർദ്ധിപ്പിക്കുക, ഡിജിറ്റൽ ഹെൽത്ത് ആപ്ലിക്കേഷനുകൾ സാർവത്രികമാക്കുകയും ആരോഗ്യത്തിനായി പൊതുധനസഹായം വർദ്ധിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. BJP ഭരണത്തിൽ ദളിത് പ്രാതിനിധ്യം നാമമാത്രമാണെന്നും യഥാർത്ഥ അധികാരം ദളിതർക്ക് നിഷേധിക്കപ്പെടുകയാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. തീരുമാനങ്ങൾ എടുക്കുന്നത് അണിയറയിലാണെങ്കിൽ ദളിതരെ വേദിയിൽ ഇരുത്തുന്നതുകൊണ്ട് പ്രയോജനമില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ജഗ്ലാൽ ചൗധരിയുടെ ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ദളിതർക്കും താഴെക്കിടയിലുള്ളവർക്കും ഭരണഘടനാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനാൽ BJPയും RSSും ഭരണഘടനയ്ക്ക് എതിരാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. നിലവിലെ അധികാരഘടനയിലും രാജ്യത്തെ സ്ഥാപനങ്ങളിലും ദളിതർക്കും താഴെക്കിടയിലുള്ളവർക്കും പങ്കാളിത്തമില്ല. ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും സമൂഹത്തിലെ ദുർബല വിഭാഗക്കാരുടെയും കൃത്യമായ എണ്ണമറിയാൻ രാജ്യവ്യാപക ജാതി സെൻസസ് നടത്തേണ്ടത് ആവശ്യമാണ്. പാവപ്പെട്ടവർക്കു വേണ്ടിയുള്ള തന്റെ പോരാട്ടം തുടരുമെന്നും രാഹുൽ പട്നയിൽ പറഞ്ഞു. ദളിതർക്ക് പ്രാതിനിധ്യം നൽകുന്ന വിഷയത്തിൽ BJPക്കെതിരെ രാഹുൽ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ദളിതർക്ക് പ്രാതിനിധ്യം നൽകി വരുന്നുണ്ടെങ്കിലും അധികാരഘടനയിൽ പങ്കാളിത്തമില്ലെങ്കിൽ പിന്നെ ആ പ്രാതിനിധ്യം കൊണ്ട് കാര്യമില്ല. തീരുമാനങ്ങൾ എടുക്കുന്നത് വേദിക്ക് പിന്നിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളെ വേദിയിലിരുത്തുന്നതിൽ അർത്ഥമില്ല. വ്യത്യസ്ത ജാതികളിൽ നിന്നുള്ളവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഫാഷനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദിയും ഇത് പറയാറുണ്ട്. പക്ഷേ അതിനുശേഷം നിങ്ങൾ MLAമാരുടെ അധികാരങ്ങൾ കവരുന്നു. ലോക്സഭ MPമാർക്ക് പോലും എന്തെങ്കിലും തീരുമാനങ്ങളെടുക്കാൻ അധികാരമില്ല. നിങ്ങൾ മന്ത്രിമാരാക്കി, പക്ഷേ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി RSൽ നിന്നാണ്. ചോദ്യം നിയന്ത്രണത്തെയും പങ്കാളിത്തത്തെയും കുറിച്ചാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അദാനിയും അംബാനിയും നിർമ്മിച്ച മുഴുവൻ ആശുപത്രികൾക്കും സർക്കാർ ഭൂമിയും മറ്റ് സൗകര്യങ്ങളും നൽകി. എന്നാൽ ഏത് ആശുപത്രിയാണ് ദളിതരുടെ പേരിൽ നിർമ്മിച്ചതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. ഗാസ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് രംഗത്ത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ എല്ലാ രാജ്യങ്ങളും പാലിക്കണമെന്നാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത്. വംശീയ ഉന്മൂലനം നിർബന്ധമായും ഒഴിവാക്കണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ശാശ്വതമായ വെടിനിർത്തലാണ് ഇപ്പോൾ ആവശ്യമെന്നും പരിഹാരങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ സ്ഥിതി വഷളാക്കരുതെന്നും ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് ഗാസ അനിവാര്യമാണ്. സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള പലസ്തീനികളുടെ അവകാശം അകലുകയാണെന്നും ന്യൂയോർക്കിലെ UN യോഗത്തിൽ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ US സന്ദർശനത്തിനിടെ വൈറ്റ് ഹൌസിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഗാസ ഏറ്റെടുക്കുന്ന കാര്യം പറഞ്ഞത്.
ഗാസയിൽ നിലവിലുള്ള പലസ്തീൻകാർ അവിടം വിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗാസയെ സമ്പൂർണ്ണമായി പുനർനിർമ്മിക്കാം. ഗാസയ്ക്കുമേൽ ദീർഘകാലാടിസ്ഥാനമുള്ള ഉടമസ്ഥാവകാശമാണ് US ലക്ഷ്യമിടുന്നതെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ പുനർനിർമ്മാണ ശേഷം ഗാസയിൽ ആര് ജീവിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹം വിശദീകരണമൊന്നും നടത്തിയില്ല. ട്രംപിന്റെ പ്രഖ്യാപനത്തെ നെതന്യാഹു പിന്താങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും പുതിയ നീക്കത്തിനെതിരെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ എതിർപ്പുമായി രംഗത്ത് വന്നു. US-ന്റെ പുതിയ നീക്കം ഗാസയിലെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ലംഘനത്തിന് കാരണമാകുമെന്ന് ചില രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഹമാസിന്റെ തടങ്കലിലുള്ള ബാക്കിയുള്ള ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ചർച്ചകൾ ഈ ആഴ്ച ആരംഭിക്കാനിരിക്കുകയാണ്. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് US-നൊപ്പം മുന്നിൽ നിന്ന ഈജിപ്തിനും ഖത്തറിനുമേൽ പുതിയ സമ്മർദ്ദങ്ങൾക്കും ഈ തീരുമാനം വഴിയൊരുക്കും. പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനായി ദീർഘകാലമായി ബാധിക്കുന്ന രാജ്യങ്ങളാണ് ഈജിപ്തും ഖത്തറും. ഗാസയുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇതിനു മുൻപും ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഗാസയെ ശുദ്ധീകരിച്ച് പലസ്തീൻകാരെ അയൽ രാജ്യങ്ങളിലേക്ക് മാറ്റുന്ന ആശയം അദ്ദേഹം കഴിഞ്ഞ മാസം പങ്കുവച്ചിരുന്നു. ജോർദാനും ഈജിപ്തും പലസ്തീൻകാരെ ഏറ്റെടുക്കണമെന്നാണ് ട്രംപ് അന്ന് നിർദ്ദേശിച്ചത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കുടുംബ വീട് പ്രതിഷേധക്കാർ ഇടിച്ചു നിരത്തി. ഹസീനയുടെ പാർട്ടിയിലെ മറ്റംഗങ്ങളുടെ വീടുകളും തീവച്ച് നശിപ്പിച്ചു. സമൂഹ മാധ്യമത്തിലൂടെ ഹസീന രാജ്യത്തെ അഭിസംബോധന ചെയ്തതാണ് ഇപ്പോഴത്തെ കലാപത്തിന് കാരണം. 1000-ലേറെ കലാപകാരികളാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ബംഗ്ലാദേശ് സ്ഥാപകനും രാഷ്ട്രപിതാവുമായ മുജീബുർ റഹ്മാന്റെ വസതി കൂടിയാണ് കലാപകാരികൾ തകർത്തത്. മുജീബുർ റഹ്മാന്റെ മകളാണ് ഷെയ്ഖ് ഹസീന. ബുധനാഴ്ച രാത്രി 9-നാണ് ഹസീന സമൂഹമാധ്യമം വഴി ബംഗ്ലാദേശ് പൗരന്മാരോട് സംസാരിച്ചത്. ഇതേ സമയത്താണ് കലാപകാരികൾ ഒന്നിച്ചെത്തി അവരുടെ വീട് തകർത്ത് തീയിട്ടത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് വീട് ഇടിച്ചു നിരത്തിയത്. ഹസീന പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിഷേധക്കാർ വീട്ടിലേക്ക് ഇരച്ചുകയറി ചുവരുകൾ പൊളിച്ചുമാറ്റാൻ തുടങ്ങി. പിന്നാലെ വീട്ടിലെ സാധനങ്ങളെല്ലാം കത്തിച്ചു. മുതിർന്ന അവാമി ലീഗ് നേതാക്കളുടെ വീടുകളും സംരംഭങ്ങളും നശിപ്പിക്കുകയും കത്തിക്കുകയും ചെയ്തു. ബുധനാഴ്ച രാത്രി ഏകദേശം 1000-ലധികം പ്രതിഷേധക്കാർ ഹസീനയുടെ വസതിയിൽ എത്തിയതായും പ്രതിരോധിക്കാൻ സർക്കാർ ഡസൻ കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബുൾഡോസറുകൾ ഉപയോഗിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തകർക്കാൻ അവർക്ക് അധികാരമില്ല. ഒരു കെട്ടിടം അവർ തകർത്തേക്കാം, പക്ഷേ ചരിത്രം മായ്ക്കാൻ അവർക്ക് കഴിയില്ല എന്നും ഹസീന പറഞ്ഞു. ബംഗ്ലാദേശിലെ പുതിയ നേതാക്കളെ ചെറുക്കാൻ അവർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങളിലൂടെയാണ് അവർ അധികാരം പിടിച്ചെടുത്തതെന്നും ഹസീന ആരോപിച്ചു. അമേരിക്കയ്ക്ക് പിന്നാലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അംഗത്വം പിൻവലിക്കുവാൻ തീരുമാനിച്ച അർജന്റീന. അംഗത്വം പിൻവലിക്കുവാനുള്ള പ്രസിഡന്റ് ജാവിയർ മിലയുടെ തീരുമാനം അദ്ദേഹത്തിന്റെ വക്താവാണ് അറിയിച്ചത്. കോവിഡ് കാലത്തെ ലോകാരോഗ്യ സംഘടനയുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമാണ് തീരുമാനത്തിന് പിന്നിൽ. കോവിഡ് സമയത്തെ അടച്ചുപൂട്ടൽ തീരുമാനത്തിലുൾപ്പെടെ അർജന്റീനയ്ക്ക് അതൃപ്തിയുണ്ട്. ഒരു അന്താരാഷ്ട്ര സംഘടനയെയും രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്ന് അർജന്റീന വ്യക്തമാക്കി. രാജ്യങ്ങളുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് അധികാരമില്ല. ലോകാരോഗ്യ സംഘടന അർജന്റീനയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സംഘടനയിൽ നിന്നും സാമ്പത്തിക സഹായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ തീരുമാനം രാജ്യത്തിന് നഷ്ടമുണ്ടാക്കുന്നതല്ല. രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്കും ശേഷിക്കുമനുസരിച്ച് ആരോഗ്യ നയങ്ങൾ സ്വീകരിക്കാൻ ഈ നടപടിയോടെ സാധിക്കുമെന്ന് വക്താവ് മാനുവൽ അഡോർണി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. ജാവിയർ മിലയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് കോവിഡ് കാലത്തെ ലോക്ക്ഡൌൺ രാജ്യത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിച്ചു എന്നാണ്. ഇത്തരത്തിൽ ഒരു സംഘടനയുടെ ആവശ്യമുണ്ടോ എന്ന് ലോകരാജ്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന ആവശ്യവും പ്രസ്താവനയിലുണ്ട്. അധികാരത്തിലേറിയതിന് പിന്നാലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നതായി ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള എല്ലാ സഹായവും US അവസാനിപ്പിക്കുന്ന ഉത്തരവും ട്രംപ് പുറത്തിറക്കിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക നൽകുന്ന ഭീമമായ സാമ്പത്തിക സഹായം അനാവശ്യ ചെലവാണെന്ന് ട്രംപ് പറഞ്ഞത്. വൈസ് ചാൻസലർ നിയമനത്തിലടക്കം വിവാദ മാർഗനിർദ്ദേശങ്ങളുള്ള UGC കരട് മാർഗരേഖ തള്ളിക്കളയണമെന്ന് 7 സംസ്ഥാനങ്ങൾ. ബംഗളൂരുവിൽ ചേർന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കോൺക്ലേവ് കരട് മാർഗരേഖയ്ക്ക് എതിരെയാണ് പ്രമേയം പാസാക്കിയത്. കേരളവും തമിഴ്നാടും കർണാടകയും അടക്കം 7 സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരാണ് ഇന്നലെ യോഗം ചേർന്നത്. അക്കാദമിക് വിദഗ്ധർ അല്ലാത്തവർക്കും VC മാരാകാമെന്ന ചട്ടം എടുത്തു കളയണമെന്ന് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു.
യോഗ്യത, നിയമന കാലയളവ് എന്നിവയ്ക്ക് കൃത്യം മാനദണ്ഡങ്ങൾ വേണം. VC സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ഉണ്ടായേ തീരൂ. സംസ്ഥാന സർക്കാരിനെ VC നിയമനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് തന്നെ എതിരാണ്. പുതിയ UGC നയത്തിന്റെ കരട് മാർഗരേഖ സ്വകാര്യ സ്ഥാപനങ്ങളെ മാത്രം സഹായിക്കുന്നതാണ്. പുതിയ മാർഗരേഖ തയ്യാറാക്കുമ്പോൾ കൃത്യമായ സംസ്ഥാനങ്ങളോട് ആലോചിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. VC നിയമനത്തിൽ മാറ്റം നിർദ്ദേശിക്കുന്ന UGC കരട് മാർഗരേഖയ്ക്കെതിരെ കേരള നിയമസഭ നേരത്തെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ പ്രതിപക്ഷവും പിന്തുണച്ചു. സർവകലാശാലകളിൽ സ്വകാര്യവൽക്കരണത്തിനും വർഗീയ ആശയങ്ങളുടെ പ്രചരണത്തിനും വേണ്ടിയാണ് മാർഗരേഖയെന്നാണ് പ്രമേയത്തിലെ വിമർശനം. സർവകലാശാലകളിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥയെപ്പോലും കാറ്റിൽ പറത്തിയാണ് മാർഗരേഖയെന്നും കുറ്റപ്പെടുത്തി. സ്വകാര്യ മേഖലയിലെ വ്യക്തികളെയും VCമാരാക്കാൻ സഹായിക്കുന്നതാണ് പുതിയ നിർദ്ദേശമെന്നും പ്രമേയം വിമർശിച്ചു. പ്രമേയം പാസാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് വീണ്ടും തടഞ്ഞ് US കോടതി. ഉത്തരവ് രാജ്യമൊട്ടാകെ നടപ്പാക്കരുതെന്ന് ഫെഡറൽ ജഡ്ജി ഡെബോറ ബോർഡാൻ ഉത്തരവിട്ടു. ഉത്തരവ് ഭരണഘടനാ ലംഘനമെന്ന് മേരിലാൻഡ് കോടതി നിരീക്ഷിച്ചു. നേരത്തെ ഈ ഉത്തരവ് സിയാറ്റിലിലെ കോടതിയിൽ സ്റ്റേ ചെയ്തിരുന്നു. ട്രംപിന്റെ ഉത്തരവനുസരിച്ച് മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും പൗരത്വമോ ഗ്രീൻ കാർഡോ ഇല്ലെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിനെ പൗരത്വം ലഭിക്കില്ല. നിയമവിരുദ്ധമായി US-ൽ കഴിയുന്നവരുടെയും തൽക്കാലത്തേക്ക് വരുന്നവരുടെയും മക്കൾ US-ന്റെ അധികാര പരിധിയിൽ വരില്ലെന്ന് വ്യാഖ്യാനിച്ചാണ് ഉത്തരവ്. ട്രംപിന്റെ ഉത്തരവ് താൽക്കാലിക വിസയിൽ US-ലുള്ളവരെയും ഗ്രീൻ കാർഡിനെ കാത്തിരിക്കുന്നവരെയും ബാധിക്കും. ഉത്തരവിന് ഫെബ്രുവരി 20 മുതലാണ് പ്രാബല്യം. ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രാബല്യത്തിലാക്കുന്നത് തടയണമെന്ന ആവശ്യവുമായി 22 സംസ്ഥാനങ്ങൾ നിയമ നടപടി ആരംഭിച്ചിരുന്നു. അതിനിടെയാണ് ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾ വനിതാ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ US നിരോധനം ഏർപ്പെടുത്തിയത്. ഇതു സംബന്ധിച്ച ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. വനിതാ അത്ലറ്റുകളുടെ അഭിമാനകരമായ പാരമ്പര്യത്തെ ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളുടെ പെൺകുട്ടികളെയും തല്ലാനും പരിക്കേൽപ്പിക്കാനും വഞ്ചിക്കാനും ഞങ്ങൾ പുരുഷന്മാരെ അനുവദിക്കില്ല. ഇനി മുതൽ വനിതാ കായിക വിനോദങ്ങൾ സ്ത്രീകൾക്ക് മാത്രമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾക്ക് വനിതാ ടീമുകളിൽ മത്സരിക്കാൻ അനുവദിക്കുന്ന സ്കൂളുകൾക്ക് ഫെഡറൽ ഫണ്ട് നിഷേധിക്കാൻ സർക്കാർ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതാണ് ഉത്തരവ്. ട്രാൻസ്ജെൻഡറുകൾ ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് സ്ത്രീകളെയും പെൺകുട്ടികളെയും അപകടപ്പെടുത്തുന്നതിനും അപമാനിക്കുന്നതിനും നിശബ്ദരാക്കുന്നതിനും അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്നതിനും കാരണമാകുന്നുവെന്നും ഉത്തരവിൽ പറയുന്നു. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ട്രാൻസ്ജെൻഡർ അത്ലറ്റുകളുടെ നിയമങ്ങൾ മാറ്റാൻ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയെ പ്രേരിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വനിതാ അത്ലറ്റുകളാണെന്ന് സ്വയം പരിചയപ്പെടുത്തി വഞ്ചനാപരമായി US-ലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാരുടെ വിസാപേക്ഷകൾ നിരസിക്കാൻ നിർദ്ദേശിച്ചതായും ട്രംപ് പറഞ്ഞു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.